ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്സ് ബൈ രേവതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലും എനിക്ക് അൺബോക്സിങ് സെക്ഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട്. എൻ്റെ കയ്യിലിങ്ങനെ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് സത്യാവസ്ഥ. സോ ഇന്ന് ഞാൻ വീണ്ടും ഒരു ചെറിയൊരു അൺബോക്സിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ഓക്കെ, സോ വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് ബോയ് ഫ്രണ്ട്സ് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് വളരെ വിചിത്രമായിട്ട് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ഐറ്റം അല്ലെങ്കിൽ 1-2 ഐറ്റംസ് ഞാൻ കാണിക്കാനാണ് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് എൻ്റെ ഇത് ഹെൽത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്നോട് പറഞ്ഞത്. സോ ഹെൽത്ത് കെയർ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് കഴിക്കുക ഇങ്ങനത്തെയൊക്കെ രീതിയിൽ എനിക്ക് ഫസ്റ്റ് വാങ്ങിക്കൊണ്ട് തന്ന സാധനം ഇതാണ്. മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ബദാം, ഹേസൽനട്ട്, കിസ്മിസ്, കാഷ്യൂനട്ട്, വാൾനട്ട് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇതിനുള്ളിൽ വാൾനട്ട് ഇല്ല. ഇതിനകത്ത് വാൾനട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിൽ വാൾനട്ട് വാങ്ങി തന്നായിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി ആവേശം കൂടുതലായിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനെ പൊട്ടിച്ച് ബോക്സിനകത്തിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, അയ്യോടാ വീഡിയോ ചെയ്തില്ലല്ലോ, വീഡിയോ ചെയ്തിട്ട് പൊട്ടിച്ചിട്ടാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്, പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഇത് ബോക്സിനകത്തിട്ടത് എടുത്ത് കാണിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്താ തന്നേന്ന് നോക്കട്ടെ. ഇത് വന്നിട്ട് നമ്മുടെ ആൽമണ്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന പോലത്തെ, സ്ലൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്ത് സ്ലിവേർഡ് എന്നാണ് ഇതിനകത്ത് എഴുതി കൊടുത്തേക്കുന്നത്. ലൈക്ക് അതിങ്ങനെ കട്ട് പീസസ് ആയിട്ട് ആണ് വെച്ചേക്കുന്നത്. ഇത് വന്നിട്ട് കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കുന്ന ആർക്കാണെന്ന് അറിയാമോ, ഈ സ്മൂത്തീസ് ഒക്കെ ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ കേക്ക് മേക്കിങ്സ് അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ ഉൾക്കൊള്ളും. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടി അങ്ങനെയൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ ഇത് അവർക്കായിരിക്കും കുറച്ചും കൂടെ ഹെൽപ്ഫുള്ള്. കഴിക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും മേ ബി ഇറ്റ് വിൽ ബി ഗുഡ്. കുറച്ച് ഈസി ആയിരിക്കും. ചവയ്ക്കുന്ന ആ ഒരു ആഘാതം വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സീഡ്സ് വേണം എന്ന് ഞാനിങ്ങനെ റൂമിലിരുന്ന് ഒരു ദിവസം കോളിലിരുന്ന ടൈമിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സീഡ്സ് ഒക്കെ വാങ്ങിക്കണം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് കുറേ സീഡ്സാണ് കേട്ടോ. ഈ പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, അങ്ങനെ ഇങ്ങനെ ഈ സീഡ്സിൻ്റെ എല്ലാം കൂടെ തന്നെ ഒരു മിക്സ്ചർ ഐറ്റം കിട്ടും. അതിലേക്ക് ഹെയറിനൊക്കെ നല്ലതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുവാണോ അതിവിടെ വന്നിട്ട് വാങ്ങിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരി അത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ കഴിക്കുന്ന ടൈമിലിടയ്ക്ക് എനിക്കും തരുമായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ലൈക്ക് നമുക്ക് ഈ നോർമൽ എന്താ പറയുക ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിന് പകരം ഇത്തരത്തിലൊക്കെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നമുക്കത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പംകിൻ സീഡെന്ന് പറഞ്ഞത് മാത്രം പുള്ളിക്കാരൻ എടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പംകിൻ സീഡ് വാങ്ങിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് വേറെന്തുവാ, അതിന് ഒരു കവറോട് ഉണ്ടായിരുന്നല്ലോ. ഇതെന്തുവാ, ഇത് വന്നിട്ട് ഫിഗ്. ഈ സാധനം ആക്ച്വലി എനിക്ക് ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ പീരീഡ്സിൻ്റെ ഇഷ്യൂസ് അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് ആക്ച്വലി നല്ലതാണെന്നാണ് പറയുന്നത്. ഗുഡ് ഫോർ നമ്മുടെ യൂട്രസിൻ്റെ ഒക്കെ ഹെൽത്തിനൊക്കെ നല്ലതാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഒരു സാധനം കഴിക്കുന്നത് നല്ലതാണ് ലേഡീസിന്. ഈ ഹീറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവാറില്ല ലേഡീസിന്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നല്ലതാണ് കഴിക്കുന്നതെന്നാണ് ഞാൻ കേൾവിപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കിതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. ഇത് ചവയ്ക്കുമ്പോഴത്തേക്കിനും ഒരുമാതിരി ഈ മണലിൽ വീണൊരു സാധനം നമ്മളെടുത്ത് വായിക്കാത്തിട്ട് ചവയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, കരിവിരായിരിക്കത്തില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. അതുകൊണ്ട് എനിക്കിത് വലിയ ഇഷ്ടമല്ല. ഒരുമാതിരിയിലെ ഒരു പുളിപ്പും എന്താണ്ട് ഒരുമാതിരത്തൊരു ടേസ്റ്റാണ്. അതെനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ആൻഡ് ലാസ്റ്റ് എന്തായിരുന്നു, ആപ്രിക്കോട്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ ആക്ച്വലി ആപ്രിക്കോട്ട് നോർമലി ഫ്രൂട്ടായിട്ടും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡ്രൈ ഫ്രൂട്ടാണിത്. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഇത് ട്രൈ ചെയ്യാനുള്ളൊരു വെയിറ്റിങ്ങിലാണ്. ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മാംഗോ എന്തോ ആണെന്ന് വിചാരിച്ചു. മാംഗോ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആപ്രിക്കോട്ടാണെന്നാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഡ്രൈഡ് ആപ്രിക്കോട്ട് എന്ന്. അത് വായിക്കാനുള്ള കോമൺ സെൻസ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാനത് കണ്ടില്ല. എന്നിട്ടും അവനോട് പോയി ചോദിച്ചു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഇന്നത്തെ ചെറിയ ഒരു അൺബോക്സിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
പിന്നെന്താണ്, ഈ ഫിഗിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഉള്ളതാണോ കള്ളാണെന്നുള്ളത് നിങ്ങൾ എന്നോടൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കണം. പിന്നെ ആരോ എന്നോട് ചോദിച്ചായിരുന്നു ഈ മൈക്ക് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ആക്ച്വലി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്, ഞാൻ വാങ്ങിച്ചതല്ല. ഇതെനിക്ക് എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഫാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ഗ്രനാറോയോ, ഗ്രനാറോ എന്നങ്ങണ്ടാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്. എനിക്ക് തോന്നുന്നൊരു 2000 അതിൻ്റെ ആ ഒരു റേഞ്ചിനുള്ളിലാണ് ഈ ഒരു മൈക്കിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും. സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ദിസ് ഈസ് മീ സൈനിങ് ഓഫ്. ബൈ.